അനുമോളുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. വേറൊരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ഈ ഒരു അനുമോളുടെ ഭർത്താവിനെ ആർക്കും അറിയത്തില്ലല്ലോ എന്ന്. പക്ഷേ നമുക്കേ ഉള്ള അറിയാത്തത് തമിഴ്നാട്ടിലുള്ള അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഈ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന് നല്ല രീതിയിൽ ഫോളോവേഴ്സ് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭുവനേഷ് രാജേന്ദ്രൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരന് ഇത്രയും ഫോളോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു പുള്ളിക്കാരനാണ് അനുമോളെ കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപാട് അനുമോളെ ഇഷ്ടപ്പെടുന്നവര്, അനുമോളെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും പുള്ളിക്കാരനെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. ഒത്തിരി പേര് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂർ കൂടുന്തോറും പുള്ളിക്കാരന് നല്ല രീതിയിൽ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യമുണ്ട്, ആ ഒരു സമയത്ത് പിന്നെ എന്താണ്, ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്ന സമയത്ത് അനുമോളെ പുള്ളിക്കാരൻ ഫോളോ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് സീക്രട്ട് ആയിട്ടാണ് ഇവർ തമ്മിൽ ഈ ഒരു വിവാഹം വെച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാതിരുന്നത്. അപ്പൊ അതിനകത്ത് അനുമോളുടെ ഭർത്താവിന്റെ അക്കൗണ്ടിൽ 0 ഫോളോയിങ് ആണ്. പുള്ളിക്കാരനെ അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അനുമോളെ ഫോളോ ചെയ്തെന്ന് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഒരു മനുഷ്യനെ പോലും പുള്ളിക്കാരൻ അന്നേരം ഫോളോ ചെയ്യാഞ്ഞത്. അപ്പൊ അനുമോള് നമ്മുടെ ഭുവനേഷ്, അതായത് നമ്മുടെ അനുമോളുടെ ഭർത്താവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ. അപ്പോ ഇതിനകത്ത് എല്ലാവരും കമന്റ് ചോദിക്കുന്ന അനീഷേട്ടനെ ആരും വിളിച്ചില്ലേ എന്നുള്ളതാണ്. കല്യാണത്തിന് അനുമോള് അനീഷേട്ടനെ വിളിച്ചില്ലേ എന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. ഒരാളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും പുള്ളിക്കാരനെ എന്തിനാണ് ഇതിനകത്തോട്ട് വലിച്ചിടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്? പിന്നെ അതുപോലെ എടുത്തു പറയാനുള്ള തങ്കച്ചനെ കുറിച്ച് ഒരുപാട് പേര് വീണ്ടും എന്താണ്, അതിനകത്ത് ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിൽ ചുമ്മാ വെറുതെ ഒന്ന് ആക്ട് ചെയ്തതാണ് അവര്. അല്ലാണ്ട് തങ്കച്ചനെ കല്യാണം കഴിക്കാമെന്നൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റാർ മാജിക്കിൽ ഇവര് തങ്കച്ചനും അനുമോളും തമ്മിലുള്ള കോംബോ നല്ല രീതിയിൽ വർക്ക്ഔട്ടായി നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ട് നിന്ന ഒരു ടൈം ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റാർ മാജിക്കിലെ പ്രൊമോഷൻ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയത്. അത് ശരിക്കും അവരുടെ കണ്ടന്റ് മാത്രമാണ്, അല്ലാണ്ട് റിയൽ അല്ല. കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ പാസ്റ്റിലെ ഓരോ കാര്യങ്ങളാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് എല്ലാവരും വരുന്നത്. അതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഒക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? ഫൈനലി റിവീൽ பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഈ അനുമോൾ എന്ന് പറയുമ്പോൾ അനുമോള് ജാടയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ അനുമോള് ജാടയിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് കാണിക്കുമെന്ന് നമുക്കറിയത്തില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഒരു ജാടയിട്ടൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇനി പുള്ളിക്കാരിക്ക് കൂടെ ഒരു പേരുദോഷം ഉണ്ടാക്കി നിൽക്കല്ലേ. ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പൊ മതിയടീന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, എന്തായാലും ഇവര് തമ്മിലുള്ള റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വെച്ചുതരാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ ബാക്കിയും കൂടെ കണ്ടുനോക്കാം. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പൊക്കെ ചെയ്ത് ഒരു കേരള വെഡ്ഡിങ് റെഡ് സാരിയൊക്കെ കൊടുത്ത്, അയ്യോ പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല. ഉള്ള കാര്യം പറയാലോ, ഈ കല്യാണം വളരെ വലിയൊരു സസ്പെൻസ് ആക്കിയാണ് വെച്ചിരുന്നത്. ഫോളോവേഴ്സിനെ എല്ലാം പറ്റിച്ചു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊരു സസ്പെൻസ് ആയിരുന്നു. അനുമോളുടെ ആരാധകർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ ഒന്ന് പറഞ്ഞ എന്തുവാ, എന്റെ സങ്കല്പം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ ആലോചിക്കുന്നുണ്ട്, കല്യാണമൊന്നും ആയിട്ടില്ല, ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കല്യാണം. എന്ത് പറയാനാണ്. സാരി കൊടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എൻ്റെ ഔട്ട്ഫിറ്റ് ആയിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും
പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിഘോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, നമ്മളെ ഇഷ്ടമില്ലാത്ത എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ ഒരുപാട് പേര് അനുമോളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അനീഷിനെ എന്താ വിളിക്കാഞ്ഞ കല്യാണത്തിന്, നിങ്ങൾ തമ്മിൽ എന്താ കലിപ്പാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തതൊന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. നിരവധി വീഡിയോകളാണ് അനുമോള് പങ്കുവച്ചിരിക്കുന്നത്. മണിക്കൂർ വിടുന്തോറും ഓരോരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് കല്യാണ വീഡിയോ അനുമോളുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു. എന്തായാലും ഒരുപാട് പേർക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു വിവാഹം സോഷ്യൽ മീഡിയയിൽ കൂടെയെങ്കിലും കാണാൻ പറ്റിയതിൽ ഒരുപാട് ആരാധകര് സന്തോഷിക്കുന്നുണ്ട്. ഈ നേരത്തെ മുൻകൂട്ടി അറിയിക്കാത്തത് കൊണ്ട് ഒരുപാട് ക്യാമറ മീഡിയാസ് ഒന്നും ഓടിച്ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കച്ചറ ഇല്ലാണ്ട് ആ വിവാഹം നടന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ. അത്യാവശ്യമാണ്. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഒത്തിരി പേര് ലൈക്ക് ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.